Dear students, CA Intermediate September 25 അറ്റംപ്റ്റിലേക്കുള്ള റിവിഷൻ ടെസ്റ്റ് പേപ്പർ RTPയുടെ ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് അമെൻമെൻറ്റ്സ് ഒന്നും സെപ്റ്റംബറിലേക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 4-5 മേജർ അമെൻമെൻറ്റ്സ് ഉണ്ട്. അതിൽ 2-3 അമെൻമെൻറ്റ്സ് ഓൾറെഡി RTP തന്നെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അമെൻമെൻറ്റ്സിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള സെഷൻ വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം. ഫസ്റ്റ് വിൽ കവർ RTP. ഓക്കെ, ഫൈൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാലോ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റൻ ആയിരിക്കുമല്ലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എപ്പോഴും വായിക്കുമ്പോൾ രജിസ്റ്റേർഡ് സ്ഥലമില്ലേ, എവിടെയാണ് രജിസ്റ്റേർഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇല്ലേ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് വെച്ചാൽ ടാക്സബിൾ ആണോ അല്ലയോ എക്സംപ്റ്റഡ് ആണോ, അതിൻ്റെ റിലവൻറ്റ് പ്രൊവിഷൻസ് ഇല്ലേ എപ്പോഴും ഒന്ന് നോക്കി വെക്കണം. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻ ടെക്സ്റ്റ് ബുക്കിലുള്ളതൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യണം എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. ഓക്കെ, പിന്നെ ഒരു ഷോർട്ട് ടെക്നിക്ക് എന്താ വെച്ചാൽ എപ്പോഴും ഇല്ലേ നമ്മൾ MCQ എന്താ ചോദിക്കുന്നില്ലേ അതിനൊരു ബേസിക് ഐഡിയ വയ്ക്കും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്വസ്റ്റിൽ അഗ്രിഗേറ്റ് ആണോ ചോദിക്കുന്നുണ്ട് 2 സബ് ക്ലോസ് 6 ഇല്ലേ. പിന്നെ ചോദിക്കുന്നത് എന്താ ITC കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചോദ്യം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ CSR ചോദ്യമാണെങ്കിൽ എന്ത് മനസ്സിലാക്കണം, 17(5)F എന്ന സെക്ഷനിൽ അതിലേക്ക് ലിങ്ക് ചെയ്യാം. പിന്നെ ITC ക്ലെയിമിനെ കുറിച്ച് 16 സബ്സെക്ഷൻ 4 ടൈം ലിമിറ്റ്, സബ്സിഡിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ട്രാൻസാക്ഷൻ വാല്യൂ എടുക്കണോ വേണ്ടിയോ 15 സബ്സെക്ഷൻ 3 ഇല്ലേ. ക്ലിയർ. അപ്പോൾ ഒരു ബേസിക് ആയിട്ട് ഒരു വേണമെങ്കിൽ ഒരു 10 സെക്കൻഡ് ഇല്ലേ വെറുതെ എന്തൊക്കെയാണ് ചോദിക്കണമെന്നില്ലേ ഒരു ഐഡിയ നോക്കിയിട്ട് പോവാം. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് ലോജിസ്റ്റിക്സ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ഡീൽ ചെയ്യുന്ന കമ്പനീസ് വെച്ചോളൂ. രജിസ്റ്റേർഡ് ഇൻ മഹാരാഷ്ട്ര. ഓക്കെ, വെയർ ഹൗസിംഗ് സർവീസ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സ് ബൈ റോഡാണ്. കോൾഡ് സ്റ്റോറേജ്, വെയർ ഹൗസിംഗ് ഓഫ് പെരിഷബിൾ കുറേ ഐറ്റംസ് ഉണ്ട്. കൺസൾട്ടൻസി കുറേ സർവീസ് പ്രൊവൈഡ് ഉണ്ട്. സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസും കൂടി പറയുന്നുണ്ട്. സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എക്സംപ്റ്റഡ് അല്ലേ. ഏപ്രിൽ ടു ജൂൺ ക്വാർട്ടറിൽ പറയുന്നുണ്ട്. ലോജിസ്റ്റിക് സർവീസസ്, ഇത് ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്, മൂവ്മെൻറ്റ്. ഓക്കെ, ടു രജിസ്റ്റേർഡ് പേഴ്സൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 28 ലാഖും എത്രയാണ് 22 ലാക്സ് ടു വേരിയസ് പ്ലേസസ്. ഓക്കെ, സർവീസ് പ്രൊവൈഡ്. അപ്പോൾ രണ്ടും ടാക്സബിൾ തന്നെയാണോ, ലെസ് ഓർ നോ? യെസ്. ഓക്കെ, ഫൈൻ. ഇനി വെയർ ഹൗസിംഗ് ഓഫ് വെജിറ്റബിൾസ് എന്തായിരിക്കും, എക്സംപ്റ്റഡ് അല്ലേ. രണ്ട് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾസ് എന്തായിരിക്കും, വെയർ ഹൗസിംഗ് എക്സംപ്റ്റഡ് സപ്ലൈ ആണ് അല്ലേ. യെസ്, ഫൈൻ. സെയിൽ ഓഫ് ലാൻഡ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ സെയിൽ ഓഫ് ലാൻഡ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കണം വേണ്ടി സ്വർണ്ണു, സ്റ്റാമ്പ് ഡ്യൂട്ടി വയലേഷൻ ഒക്കെ അതൊക്കെ ഇൻകം ടാക്സിൻ്റെ ഏരിയാസ് അല്ലേ, എൻ്റെ ടോപ്പിക് അല്ല അല്ലേ. പക്ഷേ GSTയിൽ ലാൻഡ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് സെയിൽ ഓഫ് ലാൻഡ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എ സപ്ലൈ ഇറ്റ് സെൽഫ്. സപ്ലൈ അല്ല, കാരണം എന്താ, ഗുഡ്സ് ആവണം അല്ലെങ്കിൽ സർവീസ് ആവണം. ഇത് ഗുഡ്സും അല്ല സർവീസും അല്ല. സപ്ലൈ ഡെഫിനേഷനിലേ വരില്ല ലാൻഡിൻ്റെ സെയിൽ, ഇമ്മൂവ് പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ അഗ്രിഗേറ്റ് ആണോ ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല, ശരിയല്ലേ. അടുത്ത് ഇറ്റ് റിസീവ്ഡ് കൺസൾട്ടൻസി സർവീസസ് അല്ലേ, ഇപ്പം ഷെയർസ് ആൻഡ് ആർക്കിടെക്ട് എന്നൊക്കെ സർവീസ് റിസീവ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ക്ലിയർ. കഴിഞ്ഞ മാസത്തെ ബില്ലായിരുന്നു ഇത്, 20th മാർച്ചിൻ്റെ ബില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം ക്രെഡിറ്റ് എടുത്തില്ല. ഈ കൊല്ലം എടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, 80,000 റുപ്പീസ്. അടുത്തത് ന്യൂലി ഓപ്പൺഡ് വെയർ ഹൗസിലേക്കില്ലേ. വെയർ ഹൗസ് ടെൽ മീ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ഓർ ഡിസ്റ്റിങ് പേഴ്സണലി. വെയർ ഹൗസ് വേറെ ബാംഗ്ലൂർ യൂണിറ്റ് ആണ് വരുന്നത്, കർണാടക. വേറെ സ്റ്റേറ്റിലായതുകൊണ്ട് ഇറ്റ് ഇസ് ഡിസ്റ്റിങ് പേഴ്സൺ, ശരിയല്ലേ. പെയ്ഡ് GST ബട്ട് പേയ്മെൻറ്റ് തന്നിട്ടില്ല, അതിലേക്ക് ഞാൻ വരാം. പ്രൊക്യൂർമെൻറ്റിൽ CSRനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഫൈൻ. പിന്നെ സബ്സിഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, സോ വിൽ ഡിസ്കസ് വൺ ബൈ വൺ ആൻഡ് കം ബാക്ക് ടു ദിസ് പോയിന്റ്സ്. റിലവൻറ്റ് ടോപ്പിക്സ് ഇല്ലേ, തിരിച്ചു വരാം. ഫസ്റ്റ് ഓഫ് ഓൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ ചോദിക്കുന്നത് ഏത് സെക്ഷൻ വരിക, 2 സബ് ക്ലോസ് 6. അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇൻക്ലൂഡ്സ് ടാക്സബിൾ എക്സംപ്റ്റഡ് എക്സ്പോർട്ട് ആൻഡ് ഇൻട്രസ്റ്റ് സപ്ലൈ ബിറ്റ്വീൻ ഡിസ്റ്റിങ് പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ കൗണ്ട് ചെയ്യുമ്പോൾ ഏതെടുക്കും, 28 + 22, അപ്പോൾ തന്നെ എത്രയായി 50 ആയില്ലേ. പിന്നെ ഇത് എടുക്കണോ വേണ്ടി സ്വർണ്ണു എടുക്കണം, എക്സംപ്റ്റഡ് സപ്ലൈ ആഡ് ചെയ്യണ്ടേ. ഇപ്പോൾ 8 × 4 = 12. ക്ലിയർ. അപ്പോൾ 62 ആയില്ലേ. യെസ്. സെയിൽ ഓഫ് ലാൻഡ് എടുക്കുമോ, ഇല്ല, കൗണ്ട് ചെയ്യില്ല. അടുത്തത് റിസീവ് സർവീസ് അല്ലേ, ഇല്ല. ന്യൂലി ബ്രാഞ്ച് ഇല്ലേ, ഏതാ, ബാംഗ്ലൂർക്ക് അയച്ചാൽ ഇൻട്രസ്റ്റ് സപ്ലൈ ബിറ്റ്വീൻ ഡിസ്റ്റിങ് പേഴ്സൺ അല്ലേ. യെസ്. അപ്പോൾ 52 + 6 എത്രയായി, 62 + 6 എത്രയായി, 68. പിന്നെ നമ്മൾ ചെയ്ത സർവീസുകൾക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നും പറയുന്നില്ല. സബ്സിഡി കിട്ടിയ ആക്ടിവിറ്റി എടുക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ ആൻസർ വിൽ ബി എത്രയായിരിക്കും, ഡി എന്നുള്ള ക്ലോസിൽ 68 lakhs. ഓക്കെ, ഇനി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് സപ്ലൈ ചെയ്ത ഗുഡ്സിൻ്റെ ITCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെ പറയുന്നുണ്ട്, 17 സബ്സെക്ഷൻ 5 ക്ലോസ് FA അല്ലേ. ITC എലിജിബിൾ ഓർ ഇന്നെലിജിബിൾ, ഇന്നെലിജിബിൾ. ക്ലിയർ. സോ അങ്ങനെയാണെങ്കിൽ ഇതിന് ആൻസർ ചെയ്താൽ വരിക ITC അവൈലബിൾ എന്ന് പറയുന്നത് ടു ദ എക്സ്റ്റെൻറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ അവൈലബിൾ. ഓക്കെ, ഇസ് നോട്ട് അവൈലബിൾ. കറക്റ്റ്. എ അല്ലേ വരിക, റിലേറ്റഡ് ടു such procurement is not available, 17(5) FA.
അടുത്തത് ഈ കമ്പനി ക്യാൻ ക്ലെയിം ഇൻവോയ്സ് ഇല്ലേ ഫോർ 20th മാർച്ചിൻ്റെ ഇൻവോയ്സിന് ടൈം ലിമിറ്റ് അതുവരെ ഉണ്ടെന്ന് പറയുന്നത്. സോ നോർമൽ ടൈം ലിമിറ്റ് ഏതൊക്കെയാണ് 16 ടൈം ലിമിറ്റ് ഏതൊക്കെയാണ് 30th നവംബർ ഓർ ആനുവൽ റിട്ടേൺ ഫയലിംഗ് ഡേറ്റ് വിച്ച് എവർ ഇസ് earlier അല്ലേ. സോ 30th നവംബർ ഇവിടെ ഓൾറെഡി ഉണ്ട് ഓപ്ഷനിൽ. പിന്നെ ആനുവൽ റിട്ടേൺ ക്വസ്റ്റ്യൻ അവസാനം തന്നിട്ടുണ്ട്. ആനുവൽ റിട്ടേൺ തന്നാൽ മിക്കവാറും എന്തായാലും 16 റിലവൻസ് ഉണ്ടാവും. സോ ടെൽ മീ 15th ഒക്ടോബർ ഓർ 30th നവംബർ വിച്ച് എവർ ഇസ് earlier ഏതാ വരിക? 15th ഒക്ടോബർ. സോ സി ആയിരിക്കും ആൻസർ. സബ്സിഡി ഫ്രം ഗവൺമെൻറ് ഓർമ്മയുണ്ട്. സബ്സിഡി രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ട്. ഒന്ന് കൺസിഡറേഷനിൽ പറയുന്നുണ്ട് ഗവൺമെൻറ് സബ്സിഡീസ് ആർ എക്സ്ക്ലൂഡഡ് 2 സബ് ക്ലോസ് 31. അടുത്ത സ്ഥലം പറയുന്നത് എവിടെയാണ്? 15 സബ്സെക്ഷൻ 3ൽ സബ്സിഡി ഡയറക്ട്ലി ലിങ്ക് ടു പ്രൈസ് അതർ ദാൻ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലേ. സോ ഇവിടെ സബ്സിഡിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്ന പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ കാണാം. സബ്സിഡി കിട്ടിയിട്ടുണ്ട് ഫ്രം ഗവൺമെൻറ്. ഓക്കെ, നല്ല കാര്യം. പക്ഷേ പെർഫോമൻസ് ലിങ്ക്ഡ് ആണ്, പ്രൈസുമായി ലിങ്ക്ഡ് അല്ല. സോ വാട്ട് ഡസ് ഇറ്റ് മീൻസ്? സബ്സിഡി തരുന്നതിന് മുന്നേയും സബ്സിഡിന് ശേഷവും യുവർ സെല്ലിംഗ് പ്രൈസ് സെയിം. ഗവൺമെൻറ് നിങ്ങൾ ഇത്രയും വർഷത്തെ ഒരു എന്താ പറയുക സർവീസിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഗേവ് എ സബ്സിഡി ഓഫ് 40,000 rupees. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് എഫക്റ്റിംഗ് യുവർ പ്രൈസസ്. സോ എൻഡ് ഓഫ് ദ ഡേ യു നീഡ് നോട്ട് പേ ടാക്സ് ഓൺ സച്ച് സബ്സിഡീസ് അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ഗവൺമെൻറ് NGO ഉണ്ട്, നോൺ ഗവൺമെൻറ് സബ്സിഡിയാണ്. അപ്പോൾ ശരിക്കും ടാക്സ് വരണം. പക്ഷേ ദിസ് ഇസ് നോട്ട് എഫക്റ്റിംഗ് യുവർ പ്രൈസ്. സോ ടെൽ മീ ആൻസറില്ലേ ശരിക്കും ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ അവിടെ എഴുതേണ്ട പോയിന്റ് എന്താ? നോട്ട് ഡയറക്ട്ലി ലിങ്ക് ടു പ്രൈസ്. നോട്ട് ഡയറക്ട്ലി ലിങ്ക് ടു പ്രൈസ് ആയതുകൊണ്ട് ഇത് കൗണ്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ആൻസർ അത് വരിക is to be treated as a part of consideration as it is received in connection അല്ല, excluded from transaction value. ഇതേ വരിക. ട്രാൻസാക്ഷൻ വാല്യൂയിൽ കൗണ്ട് ചെയ്യില്ല. 15 സബ്സെക്ഷൻ 3ൽ കൗണ്ട് ചെയ്യില്ല. ഇനിയാണ് ഇമ്പോർട്ടൻറ്റ്. ബാംഗ്ലൂരിലേക്ക് നമ്മൾ അയച്ച സാധനമില്ലേ, അതിന് അവർ പേയ്മെൻറ്റ് തന്നിട്ടില്ല. അവർക്ക് ITC കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നത് ശ്രദ്ധിക്കുക. ITC ക്യാൻ ബി ക്ലെയിംഡ് ബൈ റെസിപ്പിയൻറ്റ് ഇഫ് ദ പേയ്മെൻറ്റ് ഇസ് വിത്തിൻ 180 days അല്ലേ. പൈസ കൊടുത്തിട്ടില്ലെങ്കിലോ? സപ്ലയർക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ 180 days കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യണ്ടേ. പക്ഷേ അതിൽ എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷനിൽ ഫസ്റ്റ് വൺ റിവേഴ്സ് ചാർജ്. RCMലാണ് നിങ്ങൾ സർവീസ് എങ്കിൽ സപ്ലയർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് ഏത്? ഡീംഡ് സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ. ഇത് ബ്രാഞ്ച് ട്രാൻസ്ഫേഴ്സ്. ബ്രാഞ്ച് ട്രാൻസ്ഫറിനും 180 days കണ്ടീഷൻ നോക്കേണ്ട ആവശ്യം ഇല്ല. സോ ബാംഗ്ലൂർ ഷെൽ റിവേഴ്സ് ITC ആണോ? അല്ല, ഷെൽ റിവേഴ്സ് ITC ഒന്നുമില്ല. റെസ്ട്രിക്ഷൻ ഓഫ് 180 days ഇല്ലേ, ഇസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ ദ പ്രസൻറ്റ് കേസ് ഇല്ലേ. റൂൾ 37 കറക്റ്റ്. റൂൾ 37 പോയി നോക്കിയാൽ കാണാം 180 days റിവേഴ്സലിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ ഫൈൻ. സി എന്നുള്ളത് ആൻസർ വരും. സോ ഐ ഹോപ്പ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2 വിൽ ഹാവ് എ ഡിസ്കഷൻ. രജിസ്റ്റേർഡ് പേഴ്സൺ സാഗർ ചതുർവേദി. ഓക്കെ, മുംബൈയിലാണ് സ്ഥലം പറയുന്നുണ്ട്. ഫോളോയിങ് സർവീസിൽ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ റിക്വയർമെൻറ്റ് ഏറ്റവും അവസാനം നോക്കുള്ളൂ. റേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. നെറ്റ് GST പേബിൾ കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ നോർമലി പറയുന്ന പോലെ ടേബിൾ 1 2 3 എന്നില്ലേ ഉള്ള രീതിക്ക് പറഞ്ഞു പോകാം. പിന്നെ ആൻസേഴ്സ് ഓൾറെഡി ഉണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ കീവേഡ്സ് ഇല്ലേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും സെക്ഷൻ നമ്പേഴ്സ് ഒക്കെ ഇല്ലേ അത് നമുക്ക് ഡിസ്കഷൻ ചെയ്ത് പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ ടെൽ മീ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സ്റ്റുഡൻസ് ഇല്ലേ എക്സംഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടു അപ് ടു ഹയർ സെക്കൻഡറി. ഇവിടെ ചെയ്യുന്നത് കോളേജ് കുട്ടികൾക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സർവീസസ് ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എക്സംഷൻ കിട്ടുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് അപ് ടു ഏതായിരിക്കും? ട്രാൻസ്പോർട്ടേഷൻ അപ് ടു ഹയർ സെക്കൻഡറി അല്ലേ. ഇത് ഹയർ സെക്കൻഡറി അല്ല. അപ്പോൾ ടാക്സബിൾ ആണോ? യെസ് ഓർ നോ? യെസ്. So obviously the service will be taxable. CGST and SGST has to be paid അല്ലേ. യെസ്. അപ്പോൾ എന്ത് എഴുതണം ആൻസറിൽ? അപ് ടു ഹയർ സെക്കൻഡറി ആണെങ്കിൽ 12/7 കവേർഡ് ആണ്. ഇത് കവേർഡ് അല്ല. മില്ലിംഗ് ഓഫ് പാഡി ഇൻ ടു റൈസ് സ്പെസിഫിക്കലി ടാക്സബിൾ അല്ലേ. മറ്റേ ജോബ് വർക്ക് ബേസിസിലാണെങ്കിലും പാഡി മില്ലിംഗ് ഓഫ് പാഡി ഇൻ ടു റൈസ് മിൽ സർവീസസ് ആർ ഓൾവേസ് ടാക്സബിൾ. അപ്പോൾ ഇതും ടാക്സബിൾ ആണ്, ഇതും ടാക്സബിൾ ആണ്. ശരിയല്ലേ. അടുത്തത് റിസീവ്ഡ് GTA സർവീസസ്. GTA അൺരജിസ്റ്റേർഡ് ആണ്. അപ്പോൾ പിന്നെ അവർ ടാക്സ് അടക്കില്ല. This person is a registered person. So tell me it is taxable under RCM. Taxable under RCM. Organized a business exhibition in Gujarat for some company registered in Delhi. എവിടെ എക്സിബിഷൻ നടക്കാൻ പോകുന്നത്? ഗുജറാത്തിൽ. അപ്പോൾ ഇൻട്രസ്റ്റ് IGST വരണം. ശരിയല്ലേ. ശ്രദ്ധിക്കുക, ബിസിനസ് എക്സിബിഷൻ ചെയ്തതിന് ഇൻ ഇന്ത്യ ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ മാത്രമേ എക്സംഷൻ ഉള്ളൂ. ബിസിനസ് എക്സിബിഷൻസ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ് നടത്തുന്നതെങ്കിൽ മാത്രമേ എക്സംഷൻ ഉള്ളൂ. ദിസ് ഇസ് ഹെൽഡ് ഇൻ ഇന്ത്യ. സോ ടാക്സബിൾ അല്ലേ. ടാക്സബിൾ. എംപ്ലോയീസിൻ്റെ ട്രെയിനിങ് ഇല്ലേ ഇഫ് ഇറ്റ് ഇസ് പ്രൊവൈഡഡ്. ഓക്കെ, സോ നമ്മൾ നോക്കേണ്ടത് ട്രെയിനിങ് നടക്കുന്ന സ്ഥലമില്ലേ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ സൈലൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വിചാരിക്കാം? ഈ ട്രെയിനിങ് നടക്കുന്നത് ഇയാളുടെ ലൊക്കേഷൻ തന്നെ വിചാരിച്ചോളൂ. സാഗർ ചതുർവേദി ഇല്ലേ അയാളുടെ സ്ഥലത്ത് തന്നെയാണെങ്കിൽ ട്രെയിനിങ് പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടുപിടിക്കണം. ഏതാ? 12 സബ്സെക്ഷൻ 5. രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് റെസിപ്പിയൻറ്റ് അല്ലെങ്കിൽ ദ പ്ലേസ് വെയർ ദ ട്രെയിനിങ് ഇസ് ഹെൽഡ് അല്ലേ.
ടു എംപ്ലോയീസ് ഓഫ് ആഷ്യാന ഇൻറ്റീരിയേഴ്സ് പ്രൊപ്പറേറ്ററി കൺസെപ്റ്റ് അല്ലേ നോട്ട് രജിസ്റ്റർഡ്. സോ അവർ ആൾക്കാർ ഇവിടെ വന്നൊരു ട്രെയിനിങ് ഇല്ലേ, അതിൽ അസ്യൂം ചെയ്യുകയാണെങ്കിൽ മുംബൈ വിൽ ബി എന്തായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പോൾ എന്തായിരിക്കും CGST ആൻഡ് SGST. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഈ ആഷ്യാന ഇൻറ്റീരിയേഴ്സ് അല്ലേ രജിസ്റ്റേർഡ് തന്നിട്ടുണ്ടെങ്കിലോ, അപ്പോൾ രാജസ്ഥാനായിരിക്കും പ്ലേസ് സപ്ലൈ IGST അടയ്ക്കേണ്ടി വരും. ക്ലിയർ ആയോ? സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ICA ഭയങ്കര ഞാൻ പറയും ഒരു 4-5 ചാപ്റ്റർ എന്നൊക്കെ ലിങ്ക് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. ക്ലിയർ. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈയുടെ റിലവൻറ്റ് സെക്ഷൻ ഏതാ 12 സബ്സെക്ഷൻ 5 ഇല്ലേ, അത് റെഫർ ചെയ്താൽ മതി. റിക്കവറി ഏജന്റ് ടു ബാങ്ക് ഇൻഷുറൻസ് NBFC മാത്രമല്ലേ റിവേഴ്സ് ചാർജ് വല്ലൂ. കാർ ഡീലർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ FCM അല്ലേ, ടാക്സബിൾ അണ്ടർ FCM. ലീഗൽ സർവീസസ് ബൈ അഡ്വക്കേറ്റ് ആണെങ്കിൽ ടാക്സബിൾ അണ്ടർ റിവേഴ്സ് ചാർജ്. അപ്പോൾ ഏത് ടേബിൾ വരും, ടേബിൾ 2 വരും അല്ലേ. ഇനി സ്പോൺസേർഡ് ബിസിനസ് ഇൻ ആക്ടിവിറ്റി പെയ്ഡ് 1,50,000 ടു അസോസിയേഷൻ. ക്ലിയർ. ഇത്തവണ സ്പോൺസർഷിപ്പിൽ ഒരു അമെൻമെൻ്റ് ഉണ്ട്, അത് നമുക്ക് റെഫർ ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഈ കേസില്ലേ ഫസ്റ്റ് ഓഫ് ഓൾ സ്പോൺസർഷിപ്പ് സർവീസസ് ഇല്ലേ സപ്ലൈഡ് ബൈ ഒരു അസോസിയേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അവിടെ പറയുന്നത് സ്പോൺസർഷിപ്പ് സർവീസസ് റെസിപ്പിയൻ ഷുഡ് ബി ബോഡി കോർപ്പറേറ്റ് ഓർ പാർട്ണർഷിപ്പ് ഫേം. എന്നാൽ മാത്രമല്ലേ റിവേഴ്സ് ചാർജ് വരുള്ളൂ. ഇത് റിവേഴ്സ് ചാർജ് വരില്ല. ക്ലിയർ. അപ്പോൾ ഈ പൈസയിൽ ഈ 1,50,000 അടച്ച ടാക്സ് അല്ലേ അത് ITC ക്ലെയിമും ചെയ്യാം. അല്ല ഈ ടാക്സ് ഉണ്ടാവും എന്നുള്ളതല്ലേ, സ്പെസിഫിക് ആയിട്ട് അഡീഷണൽ ടാക്സ് ഉണ്ടാവും, ദാറ്റ് വി ക്യാൻ ക്ലെയിം ഇറ്റ് ആസ് വാട്ട് ITC. ഓക്കെ ഫൈൻ. ഇവിടെ കാര്യങ്ങളൊക്കെ പറയുന്നത് പ്രീവിയസ് ടേൺ ഓവർ തന്നിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ അഡ്വക്കേറ്റ് സർവീസ് അല്ലേ, പ്രീവിയസ് ടേൺ ഓവർ നമുക്ക് കുറവാണെങ്കിൽ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് കുറവല്ല. ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ ഫോർവേഡ് ചാർജ്. ഓക്കെ സോറി, ടാക്സബിൾ അണ്ടർ റിവേഴ്സ് ചാർജ് ഏത് അഡ്വക്കേറ്റ് സർവീസസ്. സോ ഇതിൻ്റെ കാൽക്കുലേഷൻസ് നോക്കിപ്പോയാൽ മതി. ഓക്കെ, അതിന് ആൻസേഴ്സ് ഉണ്ടല്ലോ താഴത്ത് നോക്കിപ്പോൾ. പക്ഷേ ഞാൻ പറയുന്നത് മേജർ ഏരിയ ശ്രദ്ധിക്കേണ്ട ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസാണ് ഞാൻ ഈ വീഡിയോസിൽ പറഞ്ഞു പോകുന്നത്. ഇനിയാണ് ഒരു അമെൻമെൻറ്റ് റിലേറ്റിംഗ് ടു സ്പോൺസർഷിപ്പ്. സ്പോൺസർഷിപ്പിൽ റീസെൻ്റ് ആയിട്ട് വന്നൊരു അമെൻമെൻറ്റ് എന്താ വെച്ചാൽ ഇവിടെ കണ്ടോ, സ്പോൺസർഷിപ്പിൽ സപ്ലയർ എനി പേഴ്സൺ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയാൽ അറിയാം സപ്ലയർ എനി പേഴ്സൺ ഇല്ല. അവിടെ ചെറിയൊരു മാറ്റം വരും. അതർ ദാൻ എന്താ ബോഡി കോർപ്പറേറ്റ്, അതർ ദാൻ ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ സ്പോൺസർ ചെയ്യുന്ന ആക്ടിവിറ്റി ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ FCM. സോ നമ്മൾ ക്ലാസ്സിൽ പറയുന്ന എക്സാമ്പിൾ ഏതാ, ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്. ഏഷ്യാനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ, ഏഷ്യാനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ ഫോർവേഡ് ചാർജ് ഇൻ ഓൾ കേസസ്. മനസ്സിലായി. സോ അതൊരു മാറ്റം വന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റ് പാർട്ട്ണർഷിപ്പ് ഫേമോ ഏകദേശം ഫോർ എക്സാമ്പിൾ ഇൻഡിവിജ്വൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ റിവേഴ്സ് ചാർജ് വരും. സോ ശ്രദ്ധിക്കുക, സ്പോൺസർഷിപ്പിന് കണ്ടീഷൻ എങ്ങനെ വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ സപ്ലയർ ആരാവാൻ പാടില്ല, ബോഡി കോർപ്പറേറ്റ് ആവാൻ പാടില്ല. റെസിപ്പിയൻ്റ് ആരായിരിക്കണം, ബോഡി കോർപ്പറേറ്റ് ഓർ പാർട്ട്ണർഷിപ്പ് ഫേം ഇൻ ഇന്ത്യ ആയിരിക്കണം അല്ലേ. ഈ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരിക നോക്കൂ. റീഗൽ കൊമേഴ്സിലെ ഫൗണ്ടേഷൻ ഓഫ് കൊമേഴ്സ് ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ FCM വരും. കൊമേഴ്സിലെ ഇസ് നോട്ട് എ ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ RCM വരും. കാരണം റെസിപ്പിയൻസ് പണ്ഡിറ്റ് ജ്വല്ലറി എന്നുള്ള ടീമില്ലേ ബോഡി കോർപ്പറേറ്റ് ആണ്. ദേ ഹാവ് ടു പേ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ്. ഓക്കെ ഫൈൻ. ഇനി ഓരോ കേസ് ബൈ കേസിൽ ടാക്സബിലിറ്റിനെ കുറിച്ച് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അപ്പെക്സ് ഫെസിലിറ്റീസിൽ സിവിൽ മെയിൻ്റനൻസ് സർവീസസ് ഫോർ അപ്പ് കീപ്പിംഗ് മുനിസിപ്പാലിറ്റി ഒക്കെ ഇല്ലേ, മുനിസിപ്പാലിറ്റി ഒക്കെ ഹൗസ് കീപ്പിംഗ് വൃത്തിയാക്കി വെക്കുക എന്നുള്ളത്. ഇത് റോഡ് ക്ലീനിങ് അല്ല, ജസ്റ്റ് തുടയ്ക്കുക പൊടിയൊക്കെ തൊട്ടുന്ന പരിപാടിയില്ലേ. ഇറ്റ് കോൺസ്റ്റിറ്റ്യൂസ് 20%. അപ്പോൾ ശ്രദ്ധിക്കുക 243GW ഇത് വളരെ മൈന്യൂട്ടായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടത്. 243GW ആക്ടിവിറ്റി ഇല്ലേ, ഏതാ ക്ലീനിങ് റോഡ് മെയിൻ്റനൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതിലെല്ലാം 25% ഓർ ലെസ് ആണ് മെറ്റീരിയൽ എങ്കിൽ, ഗുഡ്സ് പ്ലസ് സർവീസ് ആണെങ്കിൽ അതിൽ ഗുഡ്സിൻ്റെ വാല്യൂ ഷുഡ് ബി ലെസ് ദൻ എത്ര 25% അല്ലേ. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ. പക്ഷേ ഇവിടെ ലെസ് ദാൻ 25 ആണ്. അപ്പോൾ അതിനകത്ത് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിലും, പക്ഷേ ഇവിടെ മുംബൈ കോർപ്പറേഷനിലെ അവരൊക്കെ സർവീസിന് സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ് ഇല്ലേ, ICAയുടെ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് വന്നതിൽ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എക്സംഷൻസ് തന്നെ അവസാനം ഇതാ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി അവർ റിസീവ് ചെയ്യുന്ന ഇങ്ങനത്തെ സർവീസ് അല്ലേ, ഇത് 243GW കവേർഡ് അല്ല എന്ന് പറയുന്നുണ്ട്, ഹൗസ് കീപ്പിംഗ് സർവീസസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സിൽ എടുത്ത് പറയുന്നുണ്ട്. സോ അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ടും ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇതൊന്ന് വായിച്ചു വയ്ക്കാം. ഓക്കെ ഫൈൻ. അടുത്തത് അഡ്വക്കേറ്റ് സർവീസസ് ടു ഗവൺമെൻറ് ആണെങ്കിൽ
സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ലോക്കൽ അതോറിറ്റീസ് ഒക്കെ ആണെങ്കിൽ എന്താ യു ക്യാൻ ക്ലെയിം എക്സംഷൻ. ഗവൺമെൻറ് കേസസ് വാദിക്കുന്ന അഡ്വക്കേറ്റ്സിന് ജി എസ് ടി അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ എക്സംഷൻ കിട്ടും. 12/70 എക്സംഷൻ കിട്ടും. മോൾ ഫോർ എക്സാമ്പിൾ പാർക്കിംഗ് സർവീസ് ഒക്കെ എന്താ നോട്ട് കവേർഡ് എക്സംഷൻ ടാക്സബിൾ തന്നെയാണ്. പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർ സ്കൂൾസ് ആണെങ്കിൽ യെസ്, സ്റ്റുഡൻസ് ഫാക്കൽറ്റി സ്റ്റാഫിന് സ്കൂളിൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ആണെങ്കിൽ സ്കൂളിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ, ഒബ്വിയസ്ലി എക്സംറ്റഡ് സപ്ലൈ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കാം. മുത്തുസ്വാമി രജിസ്റ്റേർഡ് ഡീലർ ഇൻ ബാംഗ്ലൂർ. ഓക്കെ, ഹയസ് പരിവാഹൻ ലോജിസ്റ്റിക്സ് അൺരജിസ്റ്റേർഡ് ജി ടി എ ടു ഡെലിവർ ദ ഗുഡ്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ ജി ടി എ ഇസ് പ്രൊവൈഡിങ് സർവീസസ് ടു മുത്തുസ്വാമി രജിസ്റ്റേർഡ് പേഴ്സൺ. സോ ടാക്സബിൾ അണ്ടർ റിവേഴ്സ് ചാർജ് അല്ലേ. 9 subsection 3 നോട്ടിഫിക്കേഷൻ നമ്പർ 13/17 ജി ടി അൺരജിസ്റ്റേർഡ് ആണ്. അപ്പോൾ പിന്നെ അവർക്ക് ഓപ്ഷൻ ഇല്ലല്ലോ. ഒബ്വിയസ്ലി റെസിപ്പിയൻ ഹാസ് ടു പേ. റെസിപ്പിയൻ ഇസ് രജിസ്റ്റേർഡ് പേഴ്സൺ. തർക്കമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് RCM വരുന്ന ഉറപ്പല്ലേ. യെസ്. ഇനി അടുത്തത് പരിവാഹൻ ചാർജ്. അവർ ആ ഫീസ് എത്ര 60,000 വെച്ചുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ. അവർ 4th January ഈ പൈസയും കൊടുത്തു. ഗുഡ്സ് വാസ് ഡെലിവേർഡ് ഓൺ സെയിം ഡേറ്റ് വെച്ചു, അന്ന് തന്നെ ഡെലിവറിയും ചെയ്തു. ഓക്കെ, ഇനി പരിവാഹനിലെ അവർ അൺരജിസ്റ്റേർഡ് ആയതുകൊണ്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു അമെൻമെൻറ്റ് പ്രാവശ്യം വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അതായത് നമുക്കറിയാലോ, ഫോർ എക്സാമ്പിൾ ജി ടി എൽ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് RCM വരുന്ന കേസാണെങ്കിൽ റെസിപ്പിയൻ്റ് ഹാസ് ടു ഇഷ്യൂ എൻ ഇൻവോയ്സ് അല്ലേ. അണ്ടർ 31(3)(f) 31(3)(f) പ്രകാരം റെസിപ്പിയൻ്റ് ആണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക. നമ്മളിപ്പോൾ ലീഗൽ സർവീസ് ആയിക്കോട്ടെ, പല കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, റെസിപ്പിയൻ്റ് ആണ് 31(3)(f) ഇഷ്യൂ ചെയ്യും. പക്ഷേ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇതിന് ടൈം ലിമിറ്റ് പ്രോപ്പറായി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് 31(3)(f) ഇല്ലേ, റെസിപ്പിയൻ്റ് ഇൻവോയ്സ് എപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നില്ലേ, അത് പറഞ്ഞില്ല. ആ ഒരു ടൈം ലിമിറ്റാണ് ഇത്തവണ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് നോക്കിയാൽ കാണാം. സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സിൽ ഇതിനൊരു ടൈം ലിമിറ്റ് വെച്ചു, വിച്ച് ഇസ് 30 days ടൈം ലിമിറ്റ് വെച്ചു. ഇപ്പോൾ ഇത് RCM ഇൻവോയ്സ് ആണെങ്കിൽ 31(3)(f) ആണെങ്കിൽ ഉണ്ട് 30 days ഒരു ടൈം ലിമിറ്റ് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഫ്രം ഏതാ റെസിപ്റ്റ് ഓഫ് സർവീസ് റിസീവ് ചെയ്തിട്ട് 30 days യു ഹാവ് ടു ഇഷ്യൂ വാട്ട് RCM ഇൻവോയ്സ്. ക്ലിയർ. സോ ഇവിടെ സർവീസ് റിസീവ് ചെയ്ത് 4th April ആണെങ്കിൽ അവിടെ നിന്ന് 30 days എന്തെങ്കിലും RCM ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യണം അല്ലേ, ആ ഒരു കാര്യം. ഇനി റെസിപ്പിയൻ്റ് ഇല്ലേ, ഏതാ മുത്തുസ്വാമി എന്നുള്ള വ്യക്തി എപ്പോൾ ടാക്സ് ഗവൺമെൻറ് അടയ്ക്കണം വെച്ച് കഴിഞ്ഞാൽ RCM വരുന്ന കേസാണെങ്കിൽ A സെക്ഷൻ വരിക 13 subsection 3 ടൈം ഓഫ് സപ്ലൈ. അതിലും ചെറിയൊരു മാറ്റം വന്നിട്ട് അത് ഇത്തവണത്തെ ടെക്സ്റ്റ് ബുക്കില്ലേ, നിങ്ങളുടെ ICAയുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ICAയുടെ ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ അതിൽ 13 subsection 3 റെഫർ ചെയ്താൽ മതി. അപ്പോൾ നമുക്കറിയാം പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് വിത്തിൻ 60 days അല്ലെങ്കിൽ 61st day എന്നൊക്കെ ഇല്ലേ. അപ്പോൾ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് 61st day എന്നുള്ളതല്ലേ. അതിൽ ഒരു പോയിന്റ് കൂടെ ആഡ് ആയിട്ടുണ്ട്. ഏതാ സർവീസസ് ഇഷ്യൂഡ് ബൈ റെസിപ്പിയൻ്റ്, ഇൻവോയ്സസ് ഇഷ്യൂഡ് ബൈ റെസിപ്പിയൻ്റ് ആണെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ ദ റെസിപ്പിയൻ്റ്. ഏതാ RCM സർവീസ് റിസീവ് ചെയ്തിട്ടുള്ള 30ാമത്തെ ദിവസത്തിനകത്ത് ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സ് ഇല്ലേ, ആ ഇൻവോയ്സ് റിലവൻ്റ് ആണ്. ക്ലിയർ. സോ ഇവിടെ ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ഈ 3 ഫാക്ടേഴ്സ് കൂടെ നോക്കി കഴിഞ്ഞാൽ 4th January പൈസ കൊടുത്തു, അന്ന് റിസീവ് ചെയ്ത സർവീസിന് 30 days അപ്പോൾ 3rd February വരും. 3rd February RCM ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യണം ഓർ 61st day ഓഫ് പേയ്മെൻറ്റ് അല്ലേ. ക്ലിയർ. സോ ഇവിടെ ഏതാ വരിക 4th January ആണ് നമ്മൾ പൈസ കൊടുത്ത ഡേറ്റ് ഇല്ലേ, ആ ഡേറ്റ് ആയിരിക്കും കൗണ്ട് ചെയ്യേണ്ടി വരിക. ക്ലിയർ. സോ ആ ഒരു എക്സാമ്പിൾ ഒന്ന് റെഫർ ചെയ്താൽ മതി, വായിച്ചൊക്കെ മതി. ഓക്കെ ഫൈൻ. ഇനി ഈ ഒരു ഏരിയ ഇതും ഇത്തവണത്തെ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് അല്ലേ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഏരിയ. അതായത് ITC ചാപ്റ്ററില്ലേ, ITC ഞാൻ അമെൻമെൻറ്റിൽ സെപ്പറേറ്റ് വീഡിയോസ് പറയുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആദ്യം RTPയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ വന്ന അമെൻമെൻറ്റ് സിസ്റ്റം പറഞ്ഞു പോകാം. വാട്ട് അബൌട്ട് ഫോർ എക്സാമ്പിൾ ഫോക്സ് വാഗൻ വെച്ചോളൂ. ഫോക്സ് വാഗൻ ഒരു കമ്പനി, കാർ ഓട്ടോമൊബൈൽ ഡീലർ ഓർ മാനുഫാക്ചറിലെ OEM ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറാണ് അവർ ഏൽപ്പിക്കും. ഫോർ എക്സാമ്പിൾ റെയിൻ ഒരു കമ്പനിയുടെ RANE, അവരാണ് ഈ മാരുതിയുടെ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്, കോയമ്പത്തൂരുണ്ട്. അപ്പോൾ മാരുതി എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ട് 1,00,000 യൂണിറ്റില്ലേ ഉണ്ടാക്കുന്ന പറയും ഒരു കോമ്പണൻറ്റ്. അപ്പോൾ അവർ വിളിക്കുന്ന പേര് എന്താ, ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ. അവർ നേരെ ആർക്ക് കൊടുത്തോളും ഗുഡ്സ്, എന്താ പറയുക, മാരുതി കൊടുത്തോളും. അപ്പോൾ മാരുതി എടുത്ത എക്സാമ്പിൾ. അപ്പോൾ മാരുതിയുടെ ലോഗോയിലാണ് ഈ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറില്ലേ OEM ഉണ്ടാക്കുന്നത്. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് എവിടെയെങ്കിലും മൂലയ്ക്ക് എഴുതിച്ചിട്ടുണ്ടാവും മാനുഫാക്ചർഡ് ബൈ റെയിൻ എന്നൊക്കെ ഉണ്ടാവും. ഹെഡിങ്ങിലും ബോക്സിലൊക്കെ മാരുതി തന്നെ ആയിരിക്കും. സോ മാരുതി ഫോർ എക്സാമ്പിൾ ഈ ഗുഡ്സ് ഇല്ലേ, ഇത് മേടിക്കുന്ന സമയത്തില്ലേ, ഫോർ എക്സാമ്പിൾ അവരത് മേടിക്കുന്ന സമയത്ത് മാരുതിക്ക് ഇൻവേർട്ട് സപ്ലൈ ആണല്ലോ, കാരണം അവർ മാനുഫാക്ചറേഴ്സാണ് മാരുതി മേടിക്കുക. അപ്പോൾ മാരുതി ഫോർ എക്സാമ്പിൾ ഒരു ട്രാൻസ്പോർട്ടറിന് അയച്ചു വെച്ചോളൂ മേടിച്ചിട്ട് വരാൻ. റെയിനിൻ്റെ ഫാക്ടറി കോയമ്പത്തൂരാണ്. അപ്പോൾ മാരുതി ഫോർ എക്സാമ്പിൾ അവരുടെ യൂണിറ്റിൽ നിന്ന് നേരെ ഒരു വണ്ടി അയച്ചു അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടറിന് അയച്ചു. ഈ ഗുഡ്സ് ഇല്ലേ ട്രാൻസ്പോർട്ടർ പോയിട്ട് റിസീവ് ചെയ്യില്ലേ,
ഈ റെയിൻ എന്നുള്ള കമ്പനിയുടെ മറ്റേ ഫാക്ടറി പോയിട്ട് റിസീവ് ചെയ്തു, ലോഡ് ചെയ്തു. എന്നിട്ട് വെഹിക്കിൾ ഇസ് ബീങ് ഡിപ്പാർട്ടിങ് വെച്ചോളൂ, സ്റ്റാർട്ട് ചെയ്ത് വെച്ചോളൂ. എവിടേക്കാണ്? നേരെ മാരുതിയുടെ ഷോറൂമിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക്. സോ വെദർ ITC ക്യാൻ ബി ക്ലെയിംഡ് വെൻ ട്രാൻസ്പോർട്ടർ റിസീവ് ദ ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് മാരുതി ഓർ മാരുതിയുടെ ഫാക്ടറിയിൽ കിട്ടുമ്പോഴൊന്നുമില്ലേ എന്നൊരു ചോദ്യം വരും. അപ്പോൾ ഇവിടെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഗുഡ്സ് റിസീവ്ഡ് ബൈ എ തേർഡ് പാർട്ടി ആണെങ്കിൽ എന്തായിരിക്കും? ഡീംഡ് ആസ് റിസീവ്ഡ് ബൈ റെസിപ്പിയൻ്റ് അല്ലേ? 16 സബ്സെക്ഷൻ 2 ക്ലോസ് ബിയിൽ പറയുന്നുണ്ട്, റിസീപ്റ്റ് ഓഫ് ഗുഡ്സ് പറയുന്നത് തേർഡ് പാർട്ടി റിസീവ് ചെയ്താലും ഡീംഡ് ആസ് റിസീവ്ഡ് എന്ന് പറയുന്നില്ലേ? ആ പ്രൊവിഷൻ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ട്രാൻസ്പോർട്ടർ റിസീവ് ചെയ്താലും ഡീംഡ് ആസ് റിസീവ്ഡ് ബൈ ആരായിരിക്കും? മാരുതി ആയിരിക്കും. അതേ ലോജിക്ക് ആ ക്വസ്റ്റ്യനിൽ അപ്ലൈ ആണ്. ക്ലിയർ ആയോ? ഓക്കെ ഫൈൻ. വൺ മോർ കേസസ്. ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് മാരുതി റിസീവ് ശേഷം കുറച്ച് എണ്ണം ഫോർ എക്സാമ്പിൾ കത്തി ഉപയോഗിച്ചോളൂ, ലോസ്റ്റ് നശിച്ചു പോയി കഴിഞ്ഞാൽ എന്താവും? അതിൻ്റെ ITC ഇന്നെലിജിബിൾ 17(5)H പ്രകാരം ലോസ്റ്റ് സ്റ്റോളൻ ഡിസ്ട്രോയിഡ് ഇല്ലേ, റിട്ടേൺ ഓഫ് ഇല്ലേ, ഫ്രീ സാമ്പിൾസ് ഓർ ഗിഫ്റ്റ്, അത് പ്രകാരം ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ക്ലിയർ. സോ ഈ രണ്ട് ഫാക്ടേഴ്സാണ് ഈ ഒരു ക്വസ്റ്റ്യനില്ലേ അവർ ഡിസ്കസ് ചെയ്യുന്നത്. മാസ്കറ്റ് മോട്ടോഴ്സ് അല്ലേ, ഡീലർ ഇൻ മോട്ടോർ വെഹിക്കിൾ, എക്സാമ്പിൾ മാരുതിയുടെ എടുക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾസ് അല്ലേ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് അത് വായിച്ച ശേഷം പിന്നെ ഈ ക്വസ്റ്റ്യനില്ലേ റെഫർ ചെയ്ത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. സോ ഇത്തവണ ഞാൻ പറയില്ല, കുറച്ച് അമെൻമെൻറ്റ്സ് വന്ന് കുറച്ച് ഏരിയാസ് ഉണ്ട്. ഓക്കെ, ഒരു 4-5 ഏരിയാസ് വേണമെങ്കിൽ മേജർ, 6 ഏരിയാസ് വേണമെങ്കിൽ പറയാം, മേജർ ഏരിയാസ് വേണമെങ്കിൽ പറയാം. ക്ലിയർ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആദ്യം RTP ഇല്ലേ, എന്തായാലും മിസ് ചെയ്യേണ്ട, കാരണം സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. RTPത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതേ മോഡലൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ഇതിൻ്റെ ആൻസറില്ലേ ഒരു പ്രസൻറ്റേഷനൊക്കെ ഒന്ന് നോക്കി വയ്ക്കും. ഓക്കെ, താങ്ക് യു.